ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ് ആക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ബാസ്മതി റൈസ് ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ക്യാരറ്റ്, ഓണിയൻ, ബീൻസ്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച പട്ടാണി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ കുറച്ച് ഗരം മസാല, നമ്മൾ പൗഡറല്ല, അതിൻ്റെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഏലക്കായി അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ബേ ലീഫും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നേർങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. ഓണിയനൊക്കെ കുറച്ച് നേർങ്ങനെ അരിഞ്ഞെടുക്കുക. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് ഓണിയൻ ഫുള്ളായി ഒന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ബീൻസും എല്ലാം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കും. ഇതിലേക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ ചെറുതായിട്ട് കൈവച്ചിട്ടൊന്ന് അല്ലിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മുടെ പുലാവിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ കുക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതുപോലത്തെ ഡിഷസൊക്കെ നമ്മൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടത്തിൽ കഴിക്കുകയും ചെയ്യും. എല്ലാ വെജിറ്റബിൾസും ചെല്ലുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഏകദേശം ഒരു 1 to 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവാള കൊത്തിയരിഞ്ഞ സവാള ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ, ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഇടണം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇട്ടാൽ ഈ ടേസ്റ്റ് വരില്ല. അപ്പം നമ്മൾ ചതച്ചിട്ട് തന്നെ ഇടണം. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഓണിയൻ്റെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചപ്പട്ടാണി ഇട്ട് വഴറ്റി കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഞാൻ ക്യാരറ്റും അതേപോലെ കോളിഫ്ലവറും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ന്യൂട്രീഷ്യസ് ആണ്. ഇതിനകത്ത് നെയ്യുണ്ട്, അതുപോലെ എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. വലിയവർക്കും അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ആക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ഇടാറില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും വേണമെങ്കിൽ നമുക്ക് ആക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് പ്രിഫർ ചെയ്യണത്. നിങ്ങൾക്ക് മഞ്ഞ കളറിൽ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെജിറ്റബിൾസ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, വെജിറ്റബിൾസും നമ്മൾ നന്നായി വഴറ്റിയ കാരണം പെട്ടെന്ന് കുക്കായിക്കോളും. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബാസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം ബാസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അതിട്ടിട്ട് ഇച്ചിരി മല്ലിയിലും ഇട്ട് നമുക്കിത് ജസ്റ്റ് 1 വിസിലിന് കുക്ക് ചെയ്താൽ മതി. ഒരേ ഒരു വിസിലിൽ ഇത് കുക്കായി വരും. അതിൽ കൂടുതൽ അടിഞ്ഞു പോകും കേട്ടോ. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇതുപോലെ തന്നെ വെക്കുക, കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. പുലാവ് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു കഴിക്കാനുള്ള ഒരു ഇത് വരും. അപ്പം നമുക്കിത് റായത്ത വെച്ചിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ പിക്കിൾ ഉണ്ടെങ്കിൽ അതും മതി. ഇനി പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ആവശ്യമില്ല. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി നെയ്യ് ഇടുന്നുണ്ട്, ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നോക്കിയാൽ അറിയാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.